ചേട്ടാ ഇവിടുത്തെ ഒരു എങ്ങനെയാണ് ഇവിടെ ലേലം എങ്ങനെയാണ് നടക്കുന്നത്? ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2:45 തുടങ്ങും. 2:45 തുടങ്ങിക്കഴിഞ്ഞാൽ 4:15 വരെ മീനിന്റെ ലേലമാണ്. പിന്നെ 4:15 കഴിഞ്ഞാൽ കണവ ഒരു പല ടൈപ്പുകളുണ്ട്. ഈ കണവയുടെ ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണവ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പോർട്ടുകാരുണ്ട്, പല എക്സ്പോർട്ടുകാർ പല സ്ഥലത്തുനിന്ന് വരുന്ന എക്സ്പോർട്ടുകാർ വന്ന് അവർക്ക് ഓരോ കമ്പനിക്കാർ ഓരോ കണവയാണ് എടുക്കുന്നത്. ക്വാളിറ്റി അനുസരിച്ച് സി ഗ്രേഡ് അങ്ങനെ പല ഗ്രേഡായിട്ടാണ്. ഒപ്പം അത് ഈ സി ഗ്രേഡ് എ ഗ്രേഡ് എടുക്കുന്ന ഓരോ കമ്പനികളുണ്ട്. അവർക്ക് വേണ്ട കണവ ഇവിടെ ബോട്ടിൽ നിന്ന് കൊട്ടയ്ക്കകത്താക്കി അവിടെ കൊണ്ടുവെക്കുമ്പോൾ ഓരോ കമ്പനിക്കാർ വന്ന് അവരുടെ മുതലാവുന്ന റേറ്റ് വിളിക്കും. റേറ്റ് വിളിച്ച് അവർ ഇപ്പം ചിലപ്പം 30 ഈ പെട്ടിയാ ബോക്സാണ്. ചിലപ്പം 150 ബോക്സ് എടുക്കുന്നവരുണ്ട്, ചിലപ്പം 200 എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ 50 എടുക്കുന്നവരുണ്ട്. അന്നേരം ആ ഗ്രേഡ് അനുസരിച്ച് അന്നേരം വരുന്ന ചിലപ്പോൾ ഇത് മൊത്തത്തിൽ കൂടിക്കൊണ്ട് വരുന്നില്ല, അതിനകത്തിൽ എല്ലാം മിക്സഡ് ആയിരിക്കും. തിരിയും ഇതേപോലെ ടാർപ്പയ്ക്കകത്ത് പ്ലാസ്റ്റിക്കിനകത്ത് തട്ടിയിട്ടിട്ട് തിരിഞ്ഞിട്ട് ഓരോ ഗ്രേഡ് ആയിട്ട് ചെറുതുണ്ട്, മീഡിയം സൈസ് ഉണ്ട്, ഏറ്റവും വലുതുണ്ട്. അന്നേരം അതെല്ലാം തിരിഞ്ഞ് മാറ്റിയിട്ട് ഗ്രേഡ് അനുസരിച്ച് ഓരോ കമ്പനിക്കാർ വിളിച്ചെടുക്കും. ഗ്രേഡ് വലിപ്പം അനുസരിച്ചാണ്. അപ്പൊ ഈ വെള്ളത്തിൽ നിന്ന് ഇറക്കിയെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്തതിനു ശേഷമാണ് ലേലം വിളിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് നമ്മുടെ ബോട്ടിൽ നിന്ന് മീൻ എടുത്ത് കഴുകും. ആദ്യമേ ഓസ് ഉപയോഗിച്ച് കഴുകിയിട്ട് നല്ല രീതിയിൽ 2-3 വട്ടം കഴുകിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് ടാർപ്പ ലേലത്തിന് വെച്ച് അവരെടുക്കുന്നവര് അത് തിരിഞ്ഞ് ഒരു കൊട്ട കണവയ്ക്ക് കണവയ്ക്കാണ്ട് 10 രൂപ 15 രൂപയ്ക്ക് അടുത്ത് വരും. ഒരു കിലോയ്ക്ക് 400 രൂപ 450 രൂപ ഒരു കിലോയ്ക്ക് വരും. കൊഞ്ച് പല ടൈപ്പ് ഉണ്ട്. ഈ ടൈഗർ ഉണ്ട്, പിന്നെ നാരൻ കൊഞ്ചുണ്ട്, കണ്ണൻ കൊഞ്ചുണ്ട്, പൂവാലുണ്ട്, കരിക്കാടിയുണ്ട്, അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. അന്നേരം ഇതിനകത്തിൽ ഏറ്റവും വില കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരന് ടൈഗറൊക്കെയാണ്. ടൈഗറിനൊക്കെ 450 രൂപ വരും കിലോയ്ക്ക്. നാരൻ 350 രൂപ വരും. അതും എക്സ്പോർട്ടിലാണ് പോകുന്നത്. നമ്മുടെ ചന്തകളിൽ അതൊന്നും പോകത്തില്ല. കാരണം ഇത്ര കോസ്റ്റ്ലി ആയതൊന്നും നമ്മുടെ വീട്ടുകാർ ഉപയോഗിക്കത്തില്ല. കാരണം അവർക്ക് മത്തി, ചൂട, അല്ലെങ്കിൽ ഈ കിളിമീന്, പിന്നെ ഏറ്റവും ചന്തകളിൽ പോകുന്ന ചെമ്മീനുണ്ട്, ഏറ്റവും കുറഞ്ഞ ചെമ്മീൻ. അതൊക്കെ ചന്തകളിൽ പോകും. അതിന് 150 രൂപ 150 രൂപ 110 രൂപയൊക്കെയാണ് വലിയ കൊഞ്ച് മാർക്കറ്റ് കിലോയ്ക്ക്. ഓക്കെ, അത് ഇപ്പൊ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സാധാരണക്കാർ വരുവാണ്, ഒരു കച്ചവടക്കാരൻ വരുവാണ്, അയാൾക്ക് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് ഈ ലേലത്തിൽ ഉൾക്കൊള്ളാം. അവർ ലേലം വിളിക്കുമ്പോൾ ഇപ്പോൾ ചേട്ടൻ 300 പറയുകയാണെങ്കിൽ 310 പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലേലം ഉറപ്പ്. ഒരു കൊട്ടയായിട്ട് ഒരു കൊട്ടയെന്ന് പറയുന്നത് 45 കിലോയാണ് ഒരു കൊട്ട. ഈ 45 കിലോയ്ക്കകത്ത് ആർക്ക് വേണമെങ്കിൽ ലേലത്തിൽ ഉൾക്കൊള്ളാം. ഇപ്പം അവിടെ 10 രൂപ ആര് കയറ്റി പറയുന്നു അവർക്കാണ് ലേലം ഉറപ്പിക്കാം. ഇത് ലെനിഞ്ചേട്ടന്റെ വെള്ളമാണെന്ന് തോന്നുന്നു. അപ്പൊ ലെനിഞ്ചേട്ടന്റെ വെള്ളം എന്ന് വെച്ചാൽ ലെനിഞ്ചേട്ടന്റെ വെള്ളം ഇവിടെ വരുന്ന സമയത്ത് അതിനകത്ത് ഒരു 100 വട്ടം മീനുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ 100 വട്ടം മീനും എടുത്തങ്ങ് വെക്കും, അതോ അങ്ങനെ ഓരോ കൊട്ടയാണല്ലോ വേണ്ടവരെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കും. ഇപ്പം ഇത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവര് ഇതിന്റെ ചിലപ്പം അവര് ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണും. കാരണം ഒരു 50 കൊട്ട എനിക്ക് തരണം മീന്, ചിലപ്പം 200 കൊട്ട കാണും. 3 കമ്പനിക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് മേടിക്കും. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ സാധാ നമ്മുടെ ചെറിയ അവരങ്ങനെ എടുക്കുന്നത്. പിന്നെ അതായത് അവർക്കൊരു മെയിൻ മുതലാളിയായിട്ട് ഒരു കണക്ഷൻ വേണം, കുറച്ചുകൂടെ ലാഭകരമായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ വേണ്ടത് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും. ഇപ്പം ഒരു ബോക്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കൊട്ട വേണമെങ്കിൽ അവർ കൊടുക്കും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് അങ്ങനെ മേടിക്കാം. ലേലത്തിൽ പിടിക്കാൻ കൊച്ചു കച്ചവടക്കാരെല്ലാം വന്ന് മേടിക്കും. ഓക്കെ. പിന്നെ ഈ എത്ര ദിവസം എടുക്കും ഇവർ കടലിൽ പോകുന്ന ആളുകൾ? കടലിൽ പോകുന്ന 7 ദിവസം കൂടുമ്പോൾ പോയിട്ട് വരുന്ന ബോട്ടുണ്ട്, 4 ദിവസം കൂടുമ്പോൾ പോയിട്ട് വരുന്ന ബോട്ടുണ്ട്, അന്നന്ന് പോയിട്ട് വരുന്ന ബോട്ടുകളുണ്ട്. ദൂരം അനുസരിച്ച് കണവയ്ക്ക് പോകുന്നത് 7 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. പിന്നെ 4 ദിവസം വരുന്ന ബോട്ടുകളുണ്ട്, പിന്നെ കൊച്ചു ബോട്ടുകളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ അന്നന്ന് പോയിട്ട് വരുന്നതാണ്. ഓക്കെ. ഇന്നത്തെ ലേലങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത്? ഇന്നത്തെ ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 2:45 മുതൽ 3 മണി വരെ ലേലം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനാണ്, കിളിമീനാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ എങ്ങനെയാണ് കിലോയ്ക്ക് കിളിമീൻ ഇപ്പം 70 രൂപ കിലോയ്ക്ക്. ഒരു കിലോയ്ക്ക് അങ്ങനെയാണ് ഇപ്പൊ ലേലം. ഇപ്പം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കയറി വരുന്ന ബോട്ടിനകത്തിൽ ഈ കിളിമീനാണ്. അപ്പൊ അതിന് 70 രൂപയാണ് 70 രൂപ വില. പിന്നെ കരിക്കാടിയുണ്ട്. കരിക്കാടി
190 രൂപ 110 രൂപ അതൊക്കെ എക്സ്പോർട്ടിന് ഇവരാണ് ഇവിടുന്ന് ഒരു 70 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ട് കച്ചവടക്കാർ അവിടെ 100 100 രൂപയ്ക്കൊക്കെ അങ്ങനെ അവരുടെ ട്രാവലിംഗ് ചാർജ് മറ്റേ അത് ഇത് വണ്ടിക്കൂലി എല്ലാം അവിടെ കണക്ക്. അങ്ങനെ ഈ കടലിൽ പിടിക്കാൻ പോകുന്ന ആൾ കുറച്ച് പൈസ കിട്ടത്തുള്ളായിരിക്കും അല്ലേ? ഒരു ഇത് വലിയ ഇതല്ലേ, ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ലാഭമാണ്. ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ അവർ ലക്ഷങ്ങൾ രൂപ ചരക്കുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ അവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും അല്ലേ? പിന്നെ എല്ലാ ബോട്ടിലും പോകുമ്പോൾ ഈ മീൻ എല്ലാ ബോട്ടുകാർക്കും ഈ മീൻ കിട്ടണമെന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ 10 ബോട്ട് പോവാണെങ്കിൽ 10 സൈസ് മീനായിരിക്കും കിട്ടുന്നത്. ഓ അങ്ങനെയാണല്ലേ? ഓക്കെ. അത് ഓരോ ഈ ബോട്ട് ഓടിക്കുന്ന സ്ലാങ്ങിന്റെ ഓരോ കഴിവനുസരിച്ച്, കാരണം ഓരോ മീനുള്ള സ്പേസ് അവർക്ക് അറിയാൻ പറ്റും. റഡാറൊക്കെ വെച്ചിട്ടല്ലേ? പിന്നെ അവരുടെ ബോട്ടിന്റെ ഒരു ഭാഗ്യമുണ്ട്. നമ്മളൊരു ബോട്ട് പോകുന്നതിന് മുമ്പ് ചുമ്മാതെ പോത്തില്ല, അവർ അതിൻ്റെതായിട്ടുള്ള രീതികളുള്ള പൂജകളൊക്കെ നടത്തി ദൈവത്തിനെ വിളിച്ചേ പോത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കടലെന്ന് പറയുന്നത് സത്യമുള്ള ഇതാണ്, പ്രതിഭാസമാണ്. നമ്മൾ ഇപ്പം ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു തേങ്ങ ഉടച്ച് തിരി കത്തിക്കുക അല്ലെങ്കിൽ നാരങ്ങ ചതച്ചിറക്കാൻ നമ്മൾ പോകത്തില്ലല്ലോ. അവർ പോകുമ്പോൾ കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ദൈവഭക്തിയോടെ അവർ പോകുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു.